ലോകത്തെ നടക്കുന്ന ഒരു മനുഷ്യക്കടത്തിന്റെയും അവയവക്കടത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെച്ചപ്പെട്ട ജീവിതം തേടി നിയമവിരുദ്ധ പാതകളിലൂടെ യുകെയിലേക്ക് യാത്ര തിരിച്ച് 300-ലധികം ഇറാഖി കുർദിഷ് യുവാക്കളെ ലിബിയയിലെ സായുധ മിലീഷ്യ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും അവയവങ്ങൾ ചൂഴ്ന്നെടുക്കുകയും ചെയ്തു എന്നാണ് BBC കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഒരാൾ ഇതിനകം കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. BBC പുറത്തുവിട്ട ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് സ്വാഗതം. ഇൻഡെപ്തിലേക്ക്. മെച്ചപ്പെട്ട ജീവിതം കൊതിച്ചാണ് ഇറാഖിൽ നിന്നുള്ള 300ഓളം കുർദിഷ് യുവാക്കൾ യുകെയിലേക്ക് പുറപ്പെട്ടത്. ലിബിയ വഴി നിയമവിരുദ്ധ പാതകളിലൂടെ സഞ്ചരിച്ച ഇവരെ അവിടുത്തെ ഒരു സായുധ സംഘം തടവിലാക്കുകയായിരുന്നു. തടവിലായ ഓരോരുത്തരുടെയും കുടുംബങ്ങളോട് $5000 വീതമാണ് ഇവർ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിലും ക്രൂരമായ കാര്യം, പണം നൽകാൻ വൈകുന്ന ഓരോ മിനിറ്റിലും ഇവരുടെ ശരീരത്തിൽ നിന്ന് വൃക്കകൾ ശസ്ത്രക്രിയയിലൂടെ അറുത്തെടുക്കുമെന്ന് സായുധ സംഘം ഭീഷണി മുഴക്കി എന്നതാണ്. മോചനദ്രവ്യം നൽകാൻ കഴിയാത്ത പാവപ്പെട്ട കുടുംബങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ തടവുകാരുടെ കഷ്ടപ്പാടുകൾ ഇവർ വീഡിയോയിലും ഫോട്ടോയിലും പകർത്തി കുടുംബങ്ങൾക്ക് അയച്ചുകൊടുത്തു. അത്തരമൊരു വീഡിയോയിൽ ഒരു യുവാവിനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണുള്ളത്. പണം നൽകിയില്ലെങ്കിൽ വൃക്ക എടുക്കുമെന്ന ഭീഷണിയുടെ ഒടുവിലത്തെ തെളിവായിരുന്നു അത്. കഴിഞ്ഞ ജനുവരിയിൽ ഇറാഖ് സർക്കാർ വിമാനമാർഗം നാട്ടിലെത്തിച്ച 110 തടവുകാരിൽ ഒരാളുടെ പിതാവ് വ്യക്തമാക്കുന്നത് തന്റെ മകന്റെ ശരീരത്തിൽ വൃക്ക എടുത്തു മാറ്റിയ വലിയ ശസ്ത്രക്രിയാ പാടുകൾ ഉണ്ടെന്നാണ്. യുകെയിലെ മെഡിക്കൽ വിദഗ്ധരും ഈ ഫോട്ടോകൾ പരിശോധിച്ച് ഇത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പാടുകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന കണ്ണികളെക്കുറിച്ചും BBC അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇറാഖി കുർദിസ്ഥാനിലെ റാനിയ എന്ന പട്ടണത്തിൽ നിന്നുള്ള നോഹ ആരോൺ, കർദോ ജോഫ് എന്നിവരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനികൾ. റാനിയ എന്ന പ്രദേശം ഇത്തരം മനുഷ്യക്കടത്ത് ശൃംഖലകൾക്ക് പേര് കേട്ടതാണെന്ന് UK തിങ്ക് ടാങ്കായ ചാത്തം ഹൗസ് വ്യക്തമാക്കുന്നു. ഇതിൽ നോഹ ആരോൺ എന്ന മനുഷ്യക്കടത്തുകാരൻ ലിബിയയിൽ നിന്ന് മെഡിറ്ററേനിയൻ തീരം വഴി യുകെയിലേക്ക് എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് അഭയാർത്ഥികളെ കെണിയിൽ വീഴ്ത്തിയത്. എന്നാൽ ലിബിയൻ മിലീഷ്യയുമായുള്ള പണമിടപാട് തർക്കത്തെ തുടർന്ന് ഇയാൾ അഭയാർത്ഥികളെ സായുധ സംഘത്തിന് ഒറ്റുകൊടുക്കുകയായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾക്ക് നോഹ ആരോൺ ഇപ്പോൾ 10 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ഈ സംഘത്തിലെ മറ്റൊരു പ്രധാനിയായ കർദോ ജോഫിനെ കഴിഞ്ഞ മാസമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. 2025 വേനൽക്കാലത്ത് ലിബിയയിലേക്ക് വിമാനമാർഗമെത്തിയ ഇറാഖി കുർദിഷ് അഭയാർത്ഥികളെയാണ് ഇവർ തടവിലാക്കിയത്. ലിബിയയിൽ നിലവിലുള്ള ഭരണശൂന്യതയും സായുധ സംഘങ്ങളുടെ ആധിപത്യവുമാണ് ലിബിയൻ റൂട്ടിനെ അവയവക്കടത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റിയതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഉപദേശകനായ ആന്റണി ഡങ്കർലി ചൂണ്ടിക്കാണിക്കുന്നു. തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടവർ വിവരിക്കുന്ന ക്രൂരതകൾ മനുഷ്യ മനസാക്ഷിയെ ഉലയ്ക്കുന്നതാണ്. 6 മാസത്തോളം തങ്ങൾ സൂര്യപ്രകാശം കണ്ടിട്ടില്ലെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട 16 വയസ്സുകാരനായ ഒരു ബാലൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ചെറിയ മുറിയിൽ 178 പേരെയാണ് അടച്ചിട്ടിരുന്നത്. കിടക്കാൻ പോലും ഇടമില്ലാതെ ഇരുന്നു കൊണ്ടാണ് ഇവർ ഉറങ്ങിയിരുന്നത്. എല്ലാവർക്കുമായി ഒരൊറ്റ ശൗചാലയം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരെ മിലീഷ്യ സംഘം ക്രൂരമായി മർദ്ദിച്ചു. മറ്റൊരു യുവാവിന്റെ കാലുകൾ ഇവർ തീയിട്ട് പൊള്ളിച്ചു. തടവുകാർക്ക് കൂടുതൽ പണം നൽകിയാൽ മാത്രമാണ് ഒരു കഷണം റൊട്ടിയെങ്കിലും കഴിക്കാൻ നൽകിയിരുന്നത് എന്നും രക്ഷപ്പെട്ടവർ പറയുന്നു. കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഹേൻ മെറാനി ഈ വിഷയത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഭയാനകമായ സംഭവങ്ങൾ നടന്നിട്ടും നിയമവിരുദ്ധമായ ഇത്തരം യാത്രകളിൽ നിന്ന് ആളുകൾ പിന്മാറുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വശം. ഈ അവയവക്കടത്ത് മാഫിയയുടെ കയ്യിൽപ്പെട്ട് സ്വന്തം മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവ് മകന്റെ ശവസംസ്കാര ചടങ്ങിൽ വെച്ചാണ് അറിയുന്നത് തന്റെ മറ്റ് 2 അനന്തരവന്മാരും ഇതേ ലിബിയൻ റൂട്ട് വഴി യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞുവെന്ന്. നാം ഇപ്പോഴും ഒന്നും പഠിക്കുന്നില്ല എന്നാണ് ഹേൻ മെറാനി പറയുന്നത്.